സോ വെൽക്കം ടു ബൂട്ട് ക്യാമ്പ് ഡേ 12 ഗൈസ്. ഇപ്പോൾ ഡേ 12 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബ്രേക്കർ ബ്ലോക്സ് ആണ്. സോ പ്രീവിയസ് സെഷൻ ഓർഡർ ബ്ലോക്സ് ആയിരുന്നു. സോ ഓർഡർ ബ്ലോക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബ്രേക്കർ ബ്ലോക്സ് വരുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്സ് ഫെയിൽ ആകുമ്പോഴാണ് അത് ബ്രേക്കർ ബ്ലോക്സ് ആവുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ബ്രേക്കർ ബ്ലോക്സ് ഉണ്ട്. ബാരിഷ് ബ്രേക്കർ ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ ബുള്ളിഷ് ബ്രേക്കർ ഉണ്ട്. സോ ഇത് ബേസിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തന്നെയാണ്. അതിന് നമ്മൾ ഒരു ഡിഫറെൻറ്റ് നെയിമിൽ വിളിക്കുന്നുള്ളൂ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാരിഷ് ബ്രേക്കർ നോക്കാം. സോ ബാരിഷ് ബ്രേക്കർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആകുമ്പോഴാണ് അതൊരു ബാരിഷ് ബ്രേക്കർ ആവുന്നത്. സോ അതിൻ്റെ ലോജിക്ക് വരുന്നത് എ ബാരിഷ് ബ്രേക്കർ ബ്ലോക്സ് ഈസ് എ പ്രീവിയസ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ദാറ്റ് ഫെയിൽഡ് വെൻ പ്രൈസ് ബ്രോക്ക് ബിലോ ഇറ്റ് ആൻഡ് ക്ലോസ്ഡ് ലോവർ. അതായത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ പ്രൈസ് ബോഡി ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ഫെയിൽ ആവുന്നത്. എൻ്റെ ആ ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അതൊരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറും. വെൻ പ്രൈസ് ലേറ്റർ റീടെസ്റ്റ് ദിസ് സോൺ ഫ്രം ബിലോ ഇറ്റ് ഓഫൺ ആക്ട് ആസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് ഓഫറിങ് എ പൊട്ടൻഷ്യൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാരിഷ് ബ്രേക്കറായി. ആൻഡ് ആ ഒരു ബാരിഷ് ബ്രേക്കർ പ്രൈസ് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഒരു സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നോർമലി ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ബൈ ആണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? പ്രൈസ് നേരെ പോയിട്ട് ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ഫെയിലായി. ആ ഒരു ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫെയിൽഡ് ബുള്ളി ഷോർട്ട് ബ്ലോക്കിനാണ് നമ്മൾ ബാരിഷ് ബ്രേക്കർ എന്ന് പറയുന്നത്. എൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നൊരു സെല്ലാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണത്. ഇതിൻ്റെ ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സപ്പോർട്ടായിട്ടാണ് അതിന് കാണുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എന്താണ്? ബൈ ആണ്. ഓക്കെ, അതിന് നേരെ പോയിട്ട് താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ആ ഒരു സപ്പോർട്ട് എന്തായി? സപ്പോർട്ട് ഫെയിലായി. സപ്പോർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നൊരു സെല്ലിംഗ് ആക്ടിവിറ്റിയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ആ ഒരു ബ്രേക്കറിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അതായത് ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ഫെയിൽ ആകുമ്പോൾ അത് ബാരിഷ് ബ്രേക്കർ ആവും. സോ ബാരിഷ് ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നൊരു സെല്ലിംഗ് ആക്ടിവിറ്റിയാണ് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരു ബാരിഷ് ബ്രേക്കറിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയോളൂ. ഇതെന്തായിരുന്നു? ഇവിടെ നമുക്കൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ നമുക്ക് കാണാം. ഒരു 1 2 3 ഒരു 3 സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം ക്യാൻഡിൽസ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു മൊമെൻറ്റം ക്യാൻഡിൽ സ്റ്റാർട്ട് മീൻസ് ആ ഒരു സ്ട്രോങ് ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ നിന്നാണ്. അപ്പോൾ ഇത് നമുക്ക് നോർമലി എന്താണ്? ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ആണ്. പ്രൈസ് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ബൈ ആണ്. സോ പ്രൈസ് വന്നു, ടാപ്പ് ചെയ്തു, റിജക്റ്റ് ചെയ്തു. പക്ഷേ അതിന് ശേഷം എന്ത് ചെയ്തു? നേരെ പോയിട്ട് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. അതായത് ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ഫെയിലായി അതൊരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറി. പിന്നെ ആ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബ്രേക്കർ ബ്ലോക്കായി. അപ്പോൾ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിലോട്ട് പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? പിന്നെ നമ്മൾ അവിടെ നിന്നൊരു സെല്ലാണ് എക്സ്പെക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു വന്നു, ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റി? ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ല് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പോൾ ബാരിഷ് ബ്രേക്കറിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാം? ഒരു 1 2 3 4 ഒരു കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു 4 ബൈ ക്യാൻഡിൽസ് കാണാം. എൻ്റെ ആ ഒരു ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ നിന്നാണ്. നോർമലി ഈ ഒരു സ്ട്രോങ് ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാരിഷ് ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് എന്താണ്? ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കാണ്. ഓക്കെ, ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബൈ ആണ്. പക്ഷെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്തു. അതായത് ഇവിടെ നമ്മൾ നോക്കിയിട്ടുള്ള പോലെ തന്നെ ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? അതൊരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറി. ഓക്കെ, അതൊരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറി. പിന്നെ തിരിച്ച് ആ ഒരു ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? ആ ഒരു ബാരിഷ് ബ്രേക്കർ പ്രൈസ് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നൊരു സെല്ലാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി? ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു പോയി, റീടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റി? ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ല് നമുക്കവിടെ കാണാൻ പറ്റി. ഒരു ബാരിഷ് ബ്രേക്കറിൻ്റെ ഒരു എക്സാമ്പിൾ.
ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്കറിൻ്റെ 2 എക്സാമ്പിൾസ് നോക്കി, ബാരിഷ് ബ്രേക്കറിൻ്റെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബുള്ളിഷ് ബ്രേക്കർ. അതായത് ഇത്രയേ ഉള്ളൂ. ബാരിഷ് ബ്രേക്കർ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു സപ്പോർട്ട് ബ്രേക്കായി അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ ബുള്ളിഷ് ബ്രേക്കറിലോട്ട് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബുള്ളിഷ് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ഈസ് എ പ്രീവിയസ് ബാരിഷ് ഷോർട്ട് ബ്ലോക്ക്. അതായത് ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്ക് ഫെയിൽ ആകുമ്പോഴാണ് അതൊരു ബുള്ളിഷ് ബ്രേക്കർ ആവണത്. ഓക്കെ, അതായത് ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കിൻ്റെ നേരെ മുകളിൽ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, നോർമലി ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ആ ഒരു സോണിൽ നിന്ന് ഒരു സെല്ലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കിൻ്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തു. ഓക്കെ, അതായത് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാരിഷ് ഷോർട്ട് ബ്ലോക്ക് ഫെയിലായി. സോ ഫെയിൽഡ് ബാരിഷ് ഷോർട്ട് ബ്ലോക്കിനാണ് നമ്മൾ ബുള്ളിഷ് ബ്രേക്കർ എന്ന് പറയുന്നത്. സോ വെൻ പ്രൈസ് ലേറ്റർ റീടെസ്റ്റ് ദിസ് സോൺ from above, it often acts as a strong support, offering a potential buying opportunity. അതായത് തിരിച്ച് ആ ഒരു സോണിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ബൈയിങ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണം. ആ ഒരു ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ നേരത്തെ എടുത്ത സെയിം ലോജിക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു ബാരിഷ് ഷോർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചു. ഒരു റെസിസ്റ്റൻസിലോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യണേ, ആ ഒരു സോണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സെല്ല്. പക്ഷെ ചില സമയത്ത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, ആ റെസിസ്റ്റൻസ് ഫെയിലായി. ആ ഒരു റെസിസ്റ്റൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. തിരിച്ച് ആ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സെയിം ലോജിക്കാണ്. ആ ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കിന് മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാരിഷ് ഷോർട്ട് ബ്ലോക്ക് ഫെയിലായി, റെസിസ്റ്റൻസ് ഫെയിലായി. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഫെയിലായി കഴിഞ്ഞാൽ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാൽ അതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് ആക്ട് ചെയ്യും. ബുള്ളിഷ് ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എക്സ്പെക്ട് ചെയ്യണത് ഒരു ബൈ ആണ് നമ്മൾ അവിടുന്ന് എക്സ്പെക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരു ബുള്ളിഷ് ബ്രേക്കറിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു 1 2 3 4 5 6 ഒരു 6 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബാരിഷ് ക്യാൻഡിൽസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രോങ് സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇവിടെ നിന്നാണ്, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിന്നാണ് ഈ ഒരു സ്ട്രോങ് സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമലി നമുക്ക് ഇത് എന്താണ്, ഇതൊരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കാണ്. ഒരു സ്ട്രോങ് സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ എന്നുള്ള രീതി ഇതൊരു നമുക്കൊരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കാണ്. സോ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കിന് മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തു. ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെല്ലാണ്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. ആ ഒരു ബാരിഷ് ഷോർട്ട് ബ്ലോക്കിൻ്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തു. ബാരിഷ് ഷോർട്ട് ബ്ലോക്കിൻ്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, ഒരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ഒരു ബുള്ളിഷ് ബ്രേക്കറിലോട്ട് പിന്നെ പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്താണ്, ഒരു ബൈ. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നു, പിന്നെ ഒരു സ്ട്രോങ് ബൈ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഒരു സെല്ലായിരുന്നു. പക്ഷേ പ്രൈസ് നേരെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തു, അതിൻ്റെ മുകളിൽ പോയി ക്ലോസ് ചെയ്തു. ഒരു സ്ട്രോങ് ബൈ വന്നപ്പോൾ പിന്നെ ആ ഒരു ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്തു, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഇതൊരു ബുള്ളിഷ് ബ്രേക്കറിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെല്ല് കാണാം. ആ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിന്നായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ആ ഒരു ഏരിയയിലോട്ട് വന്നു, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, പിന്നെ ഒരു സ്ട്രോങ് ബൈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്കർ ബ്ലോക്സ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്ട്രോങ് സെല്ലാണ്. ഒരു 1 2 ക്യാൻഡിൽസേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഒരു സ്ട്രോങ് സെല്ലാണ്. ആ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇവിടെ നിന്നാണ്, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിന്നാണ് ആ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്തത്. എന്ത് ചെയ്തു, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, പിന്നെ ആ ഒരു ഏരിയയിലോട്ട് വന്നു, അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, പിന്നെ അവിടെ നിന്നൊരു സ്ട്രോങ് ബൈ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബുള്ളിഷ് ബ്രേക്കറിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് 2 ബ്രേക്കറാണ്, ബുള്ളിഷ് ആൻഡ് ബാരിഷ് ബ്രേക്കർ. ഇപ്പോൾ ബാരിഷ് ബ്രേക്കർ ഫെയിൽഡ് ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ആണ്, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ബുള്ളിഷ് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെയിൽഡ് ബാരിഷ് ഷോർട്ട് ബ്ലോക്ക് ആണ്, അത് ഫ്യൂച്ചറിലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഡേ 12 ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലോട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് ഡേ 13 കാണാം. ബൈ.